ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സരയു സത്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തന്റെ അച്ഛന്റെ അരികിലേക്ക് ജയിലിലേക്ക് പോവുകയാണ്. അച്ഛൻ പറയുന്നുണ്ട് അവൻ ജയിലിൽ നിന്ന് പരോൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സരയുവിന് സംശയം കൂടുകയാണ്. അങ്ങനെ അച്ഛനോട് പറയുന്നുണ്ട് തന്റെ ഇങ്ങനെ ഷോപ്പിങ്ങിന് പോയപ്പോൾ തന്റെ കുഞ്ഞിനെ കാണാതായി കുറച്ചു നേരത്തിന് ആരോ എടുത്തെന്നാണ് പറഞ്ഞത്, അത് അവനാണെന്നാണ് സംശയം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ തന്നെ ആയിരിക്കും മോളെ എന്ന് എന്നെ വെല്ലുവിളിച്ചിട്ടാണ് ഇവിടെ നിന്നും പോയത് എന്നൊക്കെ രാഹുൽ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സരയും അവിടെ നിന്നും നേരെ പോകുന്നത് ആ ടെക്സ്റ്റൈൽസിലേക്ക് തന്നെയാണ്. അങ്ങനെ അയാളോട് CCTV ഒന്ന് കാണിച്ചു തരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അയാൾ അതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അത് മനോഹർ തന്നെയാണെന്ന് സരയു തിരിച്ചറിയുകയാണ്. സരയു മനസ്സിൽ ഇങ്ങനെ കരുതുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ അവൻ എടുത്തു, ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ അവൻ എടുക്കാൻ പാടില്ല, എൻ്റെ കുഞ്ഞിനെ അറിയിക്കണം, ആ കുഞ്ഞിന് ഇങ്ങനെ ഒരു അച്ഛനുണ്ടെന്ന്, ഒരിക്കലും എൻ്റെ കുഞ്ഞ് അങ്ങനെ ഒരു അച്ഛനുള്ള കാര്യം അറിയാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതി വേഗം തന്നെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ശാരിയോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ശാരി പറയാണ്, എന്തിനാ ഈ ദുഷ്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇവൻ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ സരി പറയുന്നുണ്ട്, അവന്റെ അന്ത്യം എന്തായാലും എൻ്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കും മിക്കവാറും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. ശാരിക്ക് എന്തായാലും നല്ല പേടിയുണ്ട്, തൻ്റെ മകളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ജയിലിലോട്ട് പോകില്ല, ആ ഒരു പേടി നമ്മുടെ ശാരിയുടെ മനസ്സിലുണ്ട്. എന്തായാലും രാഹുൽ വേഗം ചെന്ന് വിക്രത്തിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ വിക്രം പറയാണ് അവനെ എന്തിന്റെ കേടാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയാണ്, എന്തായാലും എനിക്ക് പരോള് കിട്ടിയില്ലല്ലോ, എനിക്ക് പരോള് കിട്ടുകയാണെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് അപ്പോ രാഹുൽ ചോദിക്കുന്നുണ്ട്, പുറത്തിറങ്ങി കഴിഞ്ഞാൽ സരവിന്റെ കൂടെ കൂടിയിട്ട് അവനെ കൊല്ലാനാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവനെ കൊല്ലാനല്ല, എനിക്ക് കൂടേണ്ടത് ഗംഗേട്ടന്റെ കൂടെയാണ്, എന്നിട്ട് ആ അമ്മയുടെയും മോളയുടെയും ജീവൻ എടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും ശേഷമാണെങ്കിൽ പോലീസ് നമ്മുടെ കിരണിനെ വിളിച്ചു വരുത്തുകയാണ്. പോലീസ് പറയുന്നുണ്ട്, ഞങ്ങൾ എല്ലായിടത്തും മരിച്ചു പറക്കുന്നുണ്ട് ഗംഗപ്രസാദിന്, പക്ഷേ എവിടെയും കണ്ടു കിട്ടുന്നില്ല, പിന്നെ അവന്റെ താവളം എന്ന് പറയുന്ന ഒരു സ്ഥലം ഞങ്ങൾക്ക് സംശയമുണ്ട്, അവിടെ ഞങ്ങളിങ്ങനെ നല്ല രീതിയിൽ അരിച്ച് പറക്കിയിട്ടുണ്ട്, പക്ഷെ അവിടെയും ഞങ്ങൾക്ക് കണ്ടെത്താനായിട്ടില്ല, പിന്നെ ഓഡിറ്റോറിയത്തിന് ചുറ്റും നല്ല പോലീസ് പ്രൊട്ടക്ഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് അവൻ രക്ഷപ്പെടില്ല, കിരൺ നിങ്ങൾ എന്തായാലും പേടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പോലീസ് ധൈര്യം കൊടുക്കുകയാണ്. അപ്പൊ അതൊക്കെ കേട്ടിട്ട് നമ്മുടെ കിരണിനൊന്നും വലിയ ആശ്വാസമില്ല. കിരൺ ബൈജുവിനോട് പറയുന്നുണ്ട്, പോലീസുകാർ അങ്ങനെ പലതും പറയും, പക്ഷേ അവർക്ക് എല്ലാ കേസും ഒരുപോലെയാണ് എന്ന് പറയുകയാണ്. അപ്പൊ ബൈജു പറയാണ്, അതെ അത് ശരിയാണ്, പിന്നെ ചന്ദ്രസേന സാറിനെയും കിരൺ സാറിനേക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് അല്ല, ഒരു ബഹുമാനമുള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷെ ഇതിലൊരു ഇത്തിരി കൂടുതൽ ഇത് കാണിക്കാൻ സാധ്യതയുണ്ട്, എന്തായാലും നമുക്ക് അവിടം വരെ പോകാമെന്ന് കിരൺ ബൈജുവിനോട് ആവശ്യപ്പെടുകയും ശരി എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയും ചെയ്യുകയാണ്. എന്തായാലും കല്യാണി സരയുവിനെയും മനോഹറിനെയും പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കാർത്തികയോടും അതുപോലെ നമ്മുടെ ലക്ഷ്മി അമ്മയോടും കാദംബരിയോടും പറയുകയാണ്. അപ്പൊ അവര് എല്ലാവരും എതിർത്തിട്ടാണ് കല്യാണിയോട് സംസാരിക്കുന്നത്. കല്യാണിയോട് പറയുന്നുണ്ട്, എന്തായാലും സരയുവിന്റെ സ്വഭാവം മാറി എന്ന് സത്യം തന്നെയാണ്, അതുപോലെ തന്നെ മനോഹറിന്റെയും, പക്ഷേ ആരുടെ ഭാഗത്തും നിൽക്കാൻ നിൽക്കണ്ട, കാരണം ആരുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ് നിങ്ങളിപ്പോൾ കല്യാണിക്ക് ഇപ്പോൾ മനോഹറിന്റെ സ്വഭാവം മാറിയെന്നല്ലേ പറയുന്നത്, അവനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണ്ട, അത് അറിഞ്ഞു കഴിഞ്ഞാൽ സരയു നിങ്ങളുടെ ശത്രുവായിരിക്കും, സരയു നിങ്ങളുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് അവൾ ചിലപ്പോൾ അപകടകാരിയായി എന്തെങ്കിലുമൊക്കെ ചെയ്യും, അതുകൊണ്ട് വേണ്ട എന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മി അമ്മ ഉപദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ അവനൊരു നല്ലൊരു അവസരം കിട്ടിയിട്ടുള്ളതാണ്, അവൻ എന്തായാലും മാറി എന്നത് സത്യം തന്നെയാണ് ലക്ഷ്മി അമ്മ എന്നിങ്ങനെ കല്യാണി പറയുമ്പോൾ ആയിക്കോട്ടെ, അവൻ മാറണമെങ്കിൽ മാറിക്കോട്ടെ, എന്തായാലും അവനുള്ള ശിക്ഷ എന്തായാലും കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ സരയിനുള്ള ശിക്ഷയും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കാലക്രമേണ സരയുടെ ദേഷ്യം, മനോഹറിനോടുള്ള ദേഷ്യം അങ്ങനെ മാറുമെങ്കിൽ മാറട്ടെ, അല്ലാതെ മോൾ ഇതിലിടപെട്ടിട്ട് പ്രശ്നങ്ങൾ രൂക്ഷമാക്കേണ്ട, അത് സരയുവിന് ഒട്ടും ഇഷ്ടപ്പെടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് നമ്മുടെ കല്യാണിയെ ഇങ്ങനെ ഉപദേശിച്ചൊക്കെ വിടുന്നുണ്ട്. എന്തായാലും ഗംഗപ്രസാദിനെ പറ്റി പറയുകയാണ്, അവൻ എന്തായാലും വന്നു കഴിഞ്ഞാൽ അവന്റെ കാര്യത്തിൽ തീരുമാനമാകും, അത് ഉറപ്പാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ മനോഹറിനെ വഴിയരികിൽ വെച്ചിട്ട് ഈ പറയുന്ന രതീഷും അതുപോലെ വേലുവും കൂടി കാണുകയാണ്. അപ്പൊ രതീഷ് പറയുന്നുണ്ട്, അത് എന്നെ അറിയുന്ന ഒരാളാണെന്നും പറഞ്ഞ് അവന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ ആ സമയത്ത് മനോഹർ പറയുന്നുണ്ട്, രതീഷ് ഞാൻ പരോളിൽ ഇറങ്ങി എന്ന് പറയാണ്, അപ്പോൾ എൻ്റെ കുഞ്ഞിനെ കണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനോഹർ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് രതീഷ് പറയാണ്, നീ വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, ആ സരയുടെ കണ്ണിലൊന്നും നീ പെടണ്ട, നീ പുറത്തിറങ്ങിയെന്ന് അറിഞ്ഞു കാരണം അവള് നിന്നെ കൊല്ലും, നീ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നടക്കുന്നത് നന്നായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രതീഷ്. എന്തായാലും അവൻ പറയുന്നുണ്ട്, ഞാൻ ഇനി തിരികെ ജയിലിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ
എൻ്റെ കുഞ്ഞിനെ ഒന്നും കൂടി ഞാൻ കാണും, അത് വേണ്ട മനോഹര എന്നിങ്ങനെ നമ്മുടെ രതീഷ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നില്ല. എന്ത് വന്നാലും ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒന്നും കൂടി കാണും എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ വേലുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് രതീഷിനെ. അങ്ങനെ വേലു പറയുന്നുണ്ട്, ആ ഗംഗപ്രസാദ് അവൻ വരികയാണെങ്കിൽ അവനെ ഞാൻ കൊല്ലുമെന്ന് പറയുമ്പോൾ അവൻ എന്തായാലും വരുമെന്ന് രതീഷ് ഇങ്ങനെ പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ അവരവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സരയു ആ ഒരു 2 ഗുണ്ടകളെ കാണുകയാണ്. എന്നിട്ട് ഇവന്റെ ഫോട്ടോ, മനോഹറിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, ദേ ഇതാണ് ആള്, ഇവൻ ഇപ്പോൾ ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങിയിട്ടുള്ളതാണ്, ഇവനെ നിങ്ങൾ കണ്ടെത്തണം, എവിടെ വെച്ചിട്ടായാലും അവനെ ആരും അറിയാതെ അവനെ കൊല്ലണം, പിന്നെ അവന്റെ ബോഡി ആരും അറിയാതെ മറവും ചെയ്യണം, കേട്ടല്ലോ എന്ന് പറയുമ്പോൾ ശരി മേഡം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവര് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ സരയു നിർദ്ദേശിച്ച പ്രകാരം തന്നെ ആ 2 ഗുണ്ടകൾ മനോഹറിനെ തേടി നടക്കുകയാണ്. അങ്ങനെ മനോഹറിനെ അവരുടെ കയ്യിൽ കിട്ടുകയും റോഡ് സൈഡിൽ വെച്ചിട്ട് അവനെ പിടികൂടുകയും ഒരുത്തൻ അവനെ ഇങ്ങനെ പിന്നിലോട്ട് കൈ പിടിച്ച് വലിച്ചു കെട്ടുകയും മറ്റൊരുത്തൻ കത്തിയെടുത്തിട്ട് അവനെ വയറ്റിലോട്ട് കുത്തിയിറക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത്. എന്തായാലും അപ്പോഴേക്കും അവിടെ എന്തെങ്കിലും ട്വിസ്റ്റ് നടക്കും. അവിടെ ഒരിക്കലും മനോഹറിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സരയുവിൻ്റെ ആഗ്രഹങ്ങളൊക്കെ വെറുതെ ആയി പോവുകയും ചെയ്യും. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ കിരണും അതുപോലെ ബൈജു ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ ഒന്നും കൂടിയും ആ പോലീസുകാർ പറഞ്ഞ സ്ഥലത്ത് ഒന്നും കൂടി അന്വേഷിക്കാൻ വേണ്ടി പോയിട്ടുണ്ടല്ലോ. അങ്ങനെ അവിടെ അന്വേഷിക്കുന്ന സമയത്താണ് ഇവനെ പറ്റി, അതായത് നമ്മുടെ ഗംഗപ്രസാദിനെ പറ്റിയുള്ള ചെറിയൊരു സൂചന കിട്ടുന്നത്. ഗംഗപ്രസാദിന്റെ കൂട്ടാളിയായിട്ടുള്ള ആ ഗുണ്ടയെ ഇവരുടെ കയ്യിൽ കിട്ടുകയാണ്. അവരിടയ്ക്കിടയ്ക്ക് അവന് ഭക്ഷണം വാങ്ങിക്കാനൊക്കെ ഇതിനു വേണ്ടി പുറത്തേക്ക് പോകുന്നുണ്ടല്ലോ. അങ്ങനെ ആ സമയത്ത് കിട്ടുമ്പോൾ അവരാണ് കിരണാണെങ്കിലും ആ ഗുണ്ടയെ തല്ലിച്ചതയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എവിടെയാടാ ഗംഗ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കിരണിന്റെ കയ്യിൽ നിന്നും നല്ല അടി കിട്ടുമ്പോൾ ഒരിക്കലും സത്യം തുറന്ന് പറയാതിരിക്കാൻ അവന് പറ്റുന്നില്ല. അങ്ങനെ എന്തായാലും ആ സത്യം അവനെന്ത് തുറന്ന് പറയുകയാണ്. ഗംഗപ്രസാദ് എവിടെയാണെന്നുള്ള സത്യം തുറന്ന് പറയുകയും അതുപോലെ തന്നെ ഗംഗയുടെ അരികിലേക്ക് ചെന്നിട്ട് ഗംഗയെ വേഗം തന്നെ പോയി നമ്മുടെ കിരൺ അടിച്ച് അതുപോലെ തന്നെ അവനെ തല്ലിച്ചതച്ചിട്ട് തല്ലിച്ചതച്ച് അവൻ്റെ ജീവൻ ഇല്ലാതാക്കുക. എന്തായാലും അവന് നാളത്തോടു കൂടി തന്നെ കിരണിന്റെ കയ്യിൽ കിട്ടിയ ഗംഗയെ ഇല്ലാതാക്കും, അവനെ കൊല്ലുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് വരുന്നത്. പിന്നെ തന്നെയല്ല, കിരണിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അവന് പിന്നെ രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ പറയുന്ന ശാരിയും അതുപോലെ ലക്ഷ്മി അമ്മയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. അവനെ കൊന്നു തള്ളിയതിന് ശേഷം തന്നെയാണ് ഈ പറയുന്ന ഇവളുടെ കാർത്തികയുടെ വിവാഹം നടത്തുന്നതും അതുപോലെ കാർത്തികയെ സുന്ദരമായ ഒരു ജീവിതം അവൾക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. സരയുവിന്റെ കാര്യത്തിലും വീഴ്ചയാണ് ഉണ്ടാകുന്നത്. മനോഹർ ആണെങ്കിൽ തൻ്റെ കുഞ്ഞിനെ ഒരു പ്രാവശ്യം കൂടി കണ്ട് തിരികെ ജയിലിലോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് സമാധാനത്തോടു കൂടിയിട്ട്. അതുപോലെ തന്നെ അമലുവിൻ്റെയും വേലുവിൻ്റെയും വിവാഹം കാട്ടിൽ പോയിട്ട് അവർ നടത്തി കൊടുക്കുകയും അതുപോലെ തന്നെ ബാക്കിയുള്ള റിസപ്ഷനും കാര്യങ്ങളും ഇവിടെ തിരികെ വന്നിട്ട് ഈ നാട്ടിൽ വെച്ച് തന്നെ നടത്തുകയും ചെയ്യുന്നുണ്ട്. അത് കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്